ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ എല്ലാവർക്കും? അപ്പം ഞാനിന്നൊരു കുർത്തി ടോപ്പൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞൊരു തുണി, ഇതാണ് മെറ്റീരിയൽ. ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. നിറച്ച് സീക്വൻസ് ആണ് കേട്ടോ, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. വൈറ്റിൽ ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗം മുഴുവൻ സീക്വൻസ് ആണ്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. 1/2 മീറ്റർ പോലും ഇല്ല കേട്ടോ. അളന്ന് കാണിച്ചു തരാം. ഒരു 45 സെൻറ്റിമീറ്ററേ ഉള്ളൂ. 1/2 മീറ്റർ ആണെങ്കിൽ 50 സെൻറ്റിമീറ്റർ വേണമല്ലോ, അത്രയും ഇല്ല. പിന്നെ വീതിയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയരുത്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തയ്ച്ചെടുക്കാമല്ലോ. അപ്പം ഞാൻ കരുതി സിയാമോളുടെ അളവിൽ ഒരു കുർത്തി ടോപ്പ് തയ്ക്കുക, ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാമല്ലോ. വീതി നമുക്ക് ശരിക്കും ഒരു 56 ഇഞ്ച് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ സീക്വൻസ് ഇല്ലാതെ വരുന്നുണ്ട്, ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാലും ഒരു 50 ഇഞ്ചോളം നമുക്ക് വീതി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബോഡി പാർട്ട് എടുക്കണം, താഴേക്ക് സ്കേർട്ട് പാർട്ട് എടുക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു കുർത്തിയാണ് എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ. നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ, നല്ല സീക്വൻസ് വർക്കൊക്കെ ആയിട്ടേ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര എനിക്കത് ക്ലിയർ ആയിട്ട് തോന്നണില്ല, എങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് കാണുമല്ലോ. അപ്പോൾ അതാ നോക്കിയാൽ ഇതിനെ ഞാൻ ബോഡി പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. പക്ഷേ തികയണമെന്നില്ല കേട്ടോ, ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചതാണ്. എനിക്ക് കുറച്ച് ചുരുക്കൊക്കെ ഇട്ട് തയ്ക്കണമെന്നായിരുന്നു. ഞാൻ അതിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ബോഡി പാർട്ട് ഞാനൊരു 12 ഇഞ്ച് അത് മതി ബോഡി പാർട്ട്. അപ്പോൾ സിയാമോളുടെ പ്രായം എന്ന് പറയുന്നത് 13 വയസ്സാണ് കേട്ടോ. അപ്പോൾ അവളുടെ ആ പ്രായത്തിലുള്ളവർക്കൊക്കെ ഒരു 12 ഇഞ്ച് ബോഡി പാർട്ട്. എന്നിട്ട് ബാലൻസ് എത്രയുണ്ട് നോക്കുകയാണ്. ബോഡി പാർട്ടിനുള്ള ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മടക്കിയിട്ടതിന് ശേഷം ബാലൻസ് എത്രയുണ്ട് നോക്കുകയാണ്. അത് വെച്ചിട്ട് നമുക്ക് സ്കേർട്ടിലേക്ക്, അതായത് ബോഡി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ, അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് ചുരിദാർ ടോപ്പ് പോലെ തയ്ച്ചിടാം, അതിനെ തികയും. പക്ഷെ അങ്ങനെ തയ്ക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും വ്യത്യാസമായിട്ട് വേണം കുർത്തി ടോപ്പ് തയ്ക്കാനായിട്ട്. എവിടെയെങ്കിലും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് എക്സ്ട്രാ വരികയോ അങ്ങനെയൊക്കെ ചെയ്താലാണ് അത് കുർത്തി ടോപ്പായിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഒരു ടോപ്പ് പോലെ തയ്ച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ എപ്പോഴും എല്ലാവരും കുർത്തി ടോപ്പ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം അതിൻ്റെ അകത്ത് വരുത്തി കൊടുക്കണം. ഒന്നില്ലെങ്കിൽ കോളർ വെച്ച് കൊടുക്കാം, കോളറിന് പടി വെച്ച് കൊടുക്കാം, അവിടെ ബട്ടൺ വെച്ച് കൊടുക്കാം. ചുരിദാർ തയ്ക്കുന്നതും കുർത്തി തയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ബോഡി പാർട്ട് ഇതായി ഇവിടെ ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് എത്ര ഇഞ്ച് ഉണ്ട് എന്നൊക്കെ നോക്കാം. ഒരു 12.5 ഇഞ്ചോളം ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള ഭാഗം നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് ബാലൻസ് വരണത് താഴേക്ക്. സ്ലീവ് ഞാൻ വെക്കണില്ല കേട്ടോ, ഇതിന് സ്ലീവ് ഇല്ലാത്ത മോഡലാണ് ഞാൻ ചെയ്യുന്നത്. സ്ലീവ് ഇല്ല എന്ന് പറഞ്ഞാൽ തീരെ സ്ലീവ്ലെസ് ആയിട്ടല്ല, നമുക്ക് തുണിയിൽ നിന്ന് ഷോൾഡർ കട്ട് ചെയ്യാണ്ടാകുമ്പോൾ കുറച്ച് ഇങ്ങനെ കയ്യിലേക്ക് ഇറങ്ങി കിടക്കില്ലേ, അത്രയുള്ള സ്ലീവ് വെക്കണുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതിനുള്ള തുണിയില്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് വെട്ടിയെടുത്ത പീസ് വെച്ച് അവിടെ ഫിനിഷ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ പീസ് നമുക്കിങ്ങനെ 4ആക്കി മടക്കിയിടാം. കണ്ടോ, 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കഴുത്തൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ ഷോൾഡർ ഇവിടെ അളന്ന് നോക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാലൻസ് വരണത് കട്ട് ചെയ്ത് കളയണില്ല കേട്ടോ. ഷോൾഡർ എത്ര വേണം നോക്കിയിട്ട് ബാലൻസ് എനിക്കിപ്പോൾ ഒരു 2-2.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറയും. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കളയാതെ, അല്ലെങ്കിൽ സ്ലീവിന് വേറെ തുണി വേണം. തുണി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യായിരുന്നു. ഞാൻ ജസ്റ്റ് കൈക്കുഴി മാത്രം ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഒരു 6 ഇഞ്ച് അത്രയും നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി വേസ്റ്റ് ഭാഗം ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക്, അപ്പോൾ കൈൻ്റെ ഈ എൻഡ് ഭാഗം, നമുക്ക് കൈ വരുന്ന ഭാഗത്തെ എൻഡ് ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഷോൾഡർ ഒന്നും കട്ട് ചെയ്യണ്ടേ. ഷോൾഡർ കട്ട് ചെയ്ത് നമുക്ക് കൈൻ്റെ നീളം കുറച്ച് കളയണ്ട. അപ്പോൾ നമ്മൾ ആ സീക്വൻസ് ഇല്ലാത്ത ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ആ എൻഡ് ഭാഗത്ത് നമുക്ക് ഫിനിഷ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കിങ് മാത്രമേ നമ്മുടെ ബോഡി പാർട്ടിൽ വരണുള്ളൂ. ഇനി കഴുത്ത് കട്ട് ചെയ്യണം കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി എങ്ങനെ മടക്കി ഇടണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു പീസ് 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് സ്കേർട്ട് പാർട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ പീസിൽ നിന്ന് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ സീക്വൻസ് ഇല്ലാത്ത ഭാഗമാണ് ഞാനിപ്പോൾ മുറിച്ച് കളയണത്. ഇനി കറക്റ്റായിട്ട് മടക്കിയിട്ടത് ഇത് 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മുടെ ബോഡി പാർട്ടിന് താഴേക്ക് എങ്ങനെയാണോ വെക്കാൻ സൗകര്യം അതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ.
അതായത് മെറ്റീരിയൽ അനുസരിച്ച് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് വെക്കാം. ഞാൻ ആ പ്ലേറ്റ്സുകൾ ഇടണൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറേ ആലോചിച്ചായിരുന്നു എങ്ങനെ വെക്കണം. പ്ലേറ്റ്സ് ഇട്ടിട്ട് ഞാൻ വെച്ച് നോക്കണമുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലെയിൻ ആയിട്ടാണ് വെച്ചത്. അതാണ് എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത്. നമുക്ക് വേണ്ടിയൊക്കെ തയ്ച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കഴുത്ത് വെട്ടണം കേട്ടോ. അതിന് മുമ്പായിട്ട് ഇതാ ഈ സ്കേർട്ട് പാർട്ട് ഉണ്ടല്ലോ, അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഒരുപാട് ലെങ്ത്തിലൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. പിന്നെ സിയാമോൾക്കൊക്കെ അത്രയും മതി. ഒരു നീല കളർ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ കാണിച്ചു തരാം. ഞാൻ സിമ്പിളായിട്ട് ചെയ്യണ മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതായത് സ്കേർട്ട് പാർട്ട് രണ്ട് സൈഡിലേക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ കഴുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ കഴുത്ത് കട്ട് ചെയ്യാനായിട്ട് ഇതിനെതാ ഷോൾഡറൊന്നും നമ്മൾ കട്ട് ചെയ്യണില്ല കേട്ടോ. നീളത്തിൽ മടക്കിയതിന് ശേഷം രണ്ടായിട്ട് ഒന്നുകൂടെ മടക്കി. കണ്ടല്ലോ എങ്ങനെയാണ് മടക്കിയെന്ന്. എന്നിട്ട് നമ്മുടെ നേരേക്ക് ആ മടക്ക് ഭാഗം ഇട്ടിട്ടുണ്ട്. നീളത്തിൽ മടക്കിയേക്കാണ് കേട്ടോ. നിങ്ങൾ മിസ്സാവണ്ടെന്ന് വിചാരിച്ചാണ് ഒന്നുകൂടെ കാണിച്ചു തരുന്നത്. നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ നടുക്ക് ഒന്നുകൂടെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കഴുത്ത് മാർക്ക് ചെയ്യണം. കഴുത്ത് മാർക്ക് ചെയ്യുമ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ക്യാൻവാസ് വെച്ചിട്ടല്ല ചെയ്യണത്, അടിപ്പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് കഴുത്തിന് എത്ര അകലം വേണം നോക്കാം. ഞാനൊരു 2.5 ഇഞ്ച് അകലമാണ് കേട്ടോ കൊടുത്തത്. വീനക്ക് വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു അകലം വേണം. 2-3 ഇഞ്ച് വരെയൊക്കെ നമുക്ക് അകലം കൊടുക്കാം. പിന്നെ ഇത് തയ്ച്ച് വരുമ്പോൾ കുറച്ചൊന്ന് വലുതാവുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മെറ്റീരിയൽ ഇങ്ങനെ പ്ലവളാന്ന് കിടക്കണോണ്ടേ നമുക്കൊരു ധൈര്യക്കുറവാണ്. വെട്ടുമ്പോൾ വലുതായി പോകുമെന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിനൊക്കെ ഒരു 4.5 അല്ലെങ്കിൽ 5 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം. എന്നിട്ട് വി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏത് നെക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇങ്ങനെയൊക്കെ നെക്ക് തയ്ക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള നെക്കുകൾ വെക്കാതിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബുദ്ധിമുട്ടുള്ള നെക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തന്നെ വരും, മനസ്സിലായോ, തയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീനക്ക് ഇങ്ങനെ പതുക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ വീനക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് ബാക്ക് നെക്കാണ്. അത് ഞാൻ 2.5 ഇഞ്ചാണ് കേട്ടോ കൊടുത്തത്. 2.5 ഇഞ്ച് കൊടുത്തിട്ട് ഇതുപോലെ അത് യൂനെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത്. അപ്പം ഞാൻ മാർക്ക് ചെയ്തത് രണ്ടും ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് എന്താ പറയുക, ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. അതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. മാർക്ക് ചെയ്തപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം ആ പീസിൻ്റെ ഒരു പീസ് ഇങ്ങനെ പൊക്കി എടുത്തിട്ടാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്യണം കേട്ടോ. ബാക്ക് നെക്ക് വേണമെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വേണമെങ്കിലും അങ്ങനെയും കട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട് വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകെ വിലുകാടെ കഴുത്തായി പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫ്രണ്ട് നമ്മൾ കുറച്ച് ഇറങ്ങിയിട്ടല്ലേ തയ്ക്കുക, ബാക്ക് കുറച്ച് കയറിയിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഫ്രണ്ടിൽ വരച്ച മാർക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്നുകൂടെ വരച്ചിട്ട് നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കണ്ടോ, അല്ല ബാക്കല്ല ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതൊന്ന് നിവർത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ വീനക്ക് വരച്ചിട്ട് ഷോൾഡർ കട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തെടുത്ത് പറയണത്. ഷോൾഡർ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്ക് തയ്ക്കാനും എല്ലാം ഭയങ്കര ഈസിയാണ്. ഇതിന് ഇത്തിരി നെക്ക് തയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും തയ്ച്ച് കഴിഞ്ഞാൽ നീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് വിടർത്തി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കറക്റ്റായിട്ട് നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ നെക്കൊന്ന് ഫിനിഷ് ചെയ്തടിക്കാനാണ് നമുക്ക് ടാസ്ക്. ഈ മെറ്റീരിയൽ ഇതായതുകൊണ്ടാണ് കേട്ടോ. മെറ്റീരിയൽ ഭയങ്കര ഫ്ലോയി മെറ്റീരിയലിൽ ഒരു ബനിയൻ ക്ലോത്ത് മെറ്റീരിയൽ ഉണ്ട്, അതിൽ സീക്വൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. മെറ്റീരിയലിനോട് ഇഷ്ടം കൊണ്ടാണ് ഞാനത് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ സീക്വൻസ് ആയതുകൊണ്ട് കുറച്ചൊരു റഫ് പോലെയുണ്ട്. അപ്പോൾ അതിന് ലൈനിങ് കൊടുക്കണം. അപ്പോൾ അതിനൊരു വെള്ള മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ മെറ്റീരിയലിൽ നിന്ന് ഇപ്പോൾ വെട്ടിയെടുത്ത പോലെ തന്നെ ഒരു പീസും കൂടെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ സീക്വൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ. ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അടിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ പറയണത് എന്താണെന്നറിയോ, എനിക്കിത്തിരി പാടായിരുന്നു.
തയ്ക്കാനായിട്ട്. എന്താ വെച്ചാൽ എൻ്റെ മെറ്റീരിയൽ ഇതായതുകൊണ്ടാണ്. കോട്ടൺ മെറ്റീരിയലിലൊക്കെയാണെങ്കിൽ സുഖമായിട്ട് അടിക്കാൻ പറ്റും കേട്ടോ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് ഒന്നാമത്തെ ബനിയൻ ക്ലോത്ത്, അതിൻ്റെ കൂടെ അതിൻ്റെ അകത്ത് നിറച്ച് സീക്വൻസ്, പിന്നെ ലൈനിങ് ആണെങ്കിലും ഫ്ലോയി മെറ്റീരിയൽ എല്ലാം കൂടെ വെച്ചടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. അങ്ങനെ ആ പാടുള്ളത് അടിക്കുമ്പോൾ മുട്ട് സൂചിയൊക്കെ കുത്തി കറക്റ്റാക്കി വെച്ചതിന് ശേഷം അടിക്കാം. ഇതുപോലെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ മുകളിലത്തെ നമ്പർ ശ്രദ്ധിച്ചല്ലോ, ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചേക്കാം. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്ക് ഇങ്ങനെ അടിച്ചതിന് ശേഷം ആ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, വി വരുന്ന ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ തയ്ച്ച നൂല് കട്ട് ചെയ്ത് കളയരുത്. അതിന് ശേഷം ഈ ചുറ്റുഭാഗത്തും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി അടുത്തത് ഇത് എല്ലാം കൂടെ ചുരുട്ടി അതിൻ്റെ ഉള്ളിൽ കൂടെ, കഴുത്തിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് മറിച്ചെടുക്കുക. കണ്ടോ, മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്താണ് റെഡിയാക്കി എടുക്കേണ്ടത്. കഴുത്ത് നമുക്ക് പതിച്ചടിക്കണമെങ്കിൽ പതിച്ചടിക്കാം, കഴുത്തിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരരുത്. അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് പതിച്ചടിച്ചെടുക്കാം. അതല്ലെങ്കിൽ നല്ലോണം തേച്ചൊക്കെ എടുത്താൽ മതി. എന്താണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, വൃത്തി ഉണ്ടായിരിക്കണം, കോലം കെട്ട് ഇരിക്കരുത് കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഞാൻ മുകളിൽ പതിച്ചടിക്കണില്ല കേട്ടോ, ഞാൻ അകത്താണ് പതിച്ചടിക്കണത്. മുകളിൽ എനിക്ക് പതിച്ചടിക്കണ ഇഷ്ടമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിടർത്തി വെച്ചിട്ട് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് തയ്യൽ തുമ്പിലേ, അതായത് അടിപ്പീസിൽ മാത്രമേ ഞാൻ അങ്ങനെ അടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ അടിച്ചെടുക്കുകയാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതല്ലേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അളവൊക്കെ എടുത്തിട്ട് ഏകദേശം ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അതിലിപ്പോൾ ഷോൾഡർ വെട്ടണ്ട, കൈ വെട്ടണ്ട, കൈക്കുഴി വെട്ടണ്ട, സുഖമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇതിപ്പോൾ മെറ്റീരിയൽ ഇതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞത് ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. സാധാ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ, കോട്ടൺ ലൈനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാം. റൗണ്ടിൽ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അടിക്കുമ്പോൾ പിടിച്ച് വലിക്കരുത് കേട്ടോ, കഴുത്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവും. നീറ്റായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കഴുത്ത് നല്ല നീറ്റായിട്ട് ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പതിച്ചടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് ഒക്കെ ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. എന്നാലാണ് അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒരു പാക്കിംഗ് വെച്ച് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കൈൻ്റെ തുമ്പ് അവിടെയല്ലേ വരണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 4 സൈഡിലും ഈ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ചുളുക്ക് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചുളുക്കില്ലാത്ത വിധത്തിൽ നമുക്ക് അടിച്ചെടുക്കാം. കേട്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ചുകൂടി തുണി ഉണ്ടായിരുന്നെങ്കിൽ കൈയും കൂടെ വെച്ചാൽ ഭംഗിയായിരുന്നു. അവൾക്ക് കൈയില്ലാതെ ഇപ്പോഴൊക്കെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉമ്മച്ചിക്കൊരു വിഷമമാണ്, എൻ്റെ ഉമ്മച്ചിക്ക്. അവൾക്ക് ഇങ്ങനെ കൈയില്ലാത്ത ഇടുമ്പോൾ ഒരു വിഷമമാണ്, അതേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. എനിക്ക് ഇപ്പോൾ ഇടുന്നതിന് എനിക്ക് കുഴപ്പമില്ല, ചെറിയ കുട്ടിയല്ലേ. കുറച്ചുകൂടെ വലുതായിട്ടുണ്ടെങ്കിൽ കൈയില്ലാത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വഴക്കുറയും കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കി, നമുക്ക് 2 പീസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, സീക്വൻസ് ഇല്ലാത്തത്. കൈൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, കൈ വരുന്ന ആ ഭാഗം, അവിടെ ഒരു പടി പോലെ കുറച്ച് തുണി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു പാക്കിംഗ് ഒക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ നമുക്ക് കൈ റെഡിയാക്കി എടുക്കാമായിരുന്നു. പക്ഷെ പോട്ടെ, തുണിയില്ലാത്തത് അതനുസരിച്ച് നമ്മൾ കുറച്ച് തുണി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പഠിക്കണം. അപ്പം നമുക്ക് എത്രത്തോളം വെക്കണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്താലും നീണ്ടു വരും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ബനിയൻ ക്ലോത്താണിത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ സാധാ കോട്ടൺ തുണി വെച്ച് സ്റ്റിച്ച് പിടിച്ച് വലിച്ചില്ലെങ്കിലും ഇത് വലുതായി വരും തയ്ക്കുമ്പോഴത്തേക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് അടിച്ച്. ചില മെറ്റീരിയൽ ഉണ്ടല്ലോ, ചില ബനിയൻ ക്ലോത്ത് ഈ മെഷീനിൽ കുഴപ്പമില്ല, മറ്റേ സാധാരണ മെഷീനിൽ സ്റ്റിച്ച് പിടിക്കാൻ ഇച്ചിരി പാടാട്ടോ. ഇത് വലിയ കുഴപ്പമില്ല, ഇത് നന്നായിട്ട് സ്റ്റിച്ച് പിടിക്കുന്നുണ്ട്. പിന്നെ ഈ മെഷീനിൽ ഓൾമോസ്റ്റ് എല്ലാ ബനിയൻ ക്ലോത്തും പിടിക്കാറുണ്ട്. ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള ബനിയൻ ക്ലോത്ത് പിടിക്കാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ നൈറ്റ് ഡ്രസ്സൊക്കെ വരൂലേ, ചിലരത് ഒന്ന് അരികടിക്കാനൊക്കെ, ഞാൻ തയ്ക്കുമ്പോഴാണ് കേട്ടോ പിടിക്കാത്തത്. ഇനി നമ്മുടെ ബായ് തയ്ക്കുമ്പോൾ തയ്യൽ പിടിക്കാറുണ്ട്. ഇനി അതിന് വലിയ അലൈൻമെൻറ്റ് അങ്ങേര് മാറ്റമുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ടോ? ബനിയൻ ക്ലോത്ത് അടിക്കുമ്പോൾ സ്റ്റിച്ച് പിടിക്കാതെ വരണുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അതിന് പറ്റിയ സൂചി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് ഓരോന്ന് ഉണ്ടല്ലോ, നമ്മുടെ കടയിൽ ഒരു മാലിദ്വീപിൽ നിന്നൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നേ. അവർ ശരിക്കും ബനിയൻ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഡ്രസ്സ് അടിക്കണത്. അപ്പോൾ അവർ ബനിയൻ ക്ലോത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് അടിച്ച് കൊടുക്കാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പൊക്കെ തയ്ക്കാൻ പറഞ്ഞേ. പക്ഷേ ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ കയ്യിൽ അന്നേരം ഈ മെഷീനല്ലായിരുന്നു, മറ്റേ എന്താ പറയുക, ഡബിൾ മെഷീനില്ലേ, അമ്പർല മെഷീൻ എന്ന് പറയില്ല, ആ മെഷീനാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഷോപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റിച്ച് പിടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്കൊരു സൂചി കൊണ്ടുവന്ന് തന്നായിരുന്നു. സൂചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു നീല കളർ സൂചിയാണ് കേട്ടോ. സാധാരണ സൂചിയല്ല, ഒരു നീല കളറാവുമ്പോൾ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് ആ സൂചി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്പറൊന്നും അവർ പറഞ്ഞില്ല. ഒന്നാമത്തെ അവർക്ക് മലയാളം അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്ന ഹിന്ദിയിലൊക്കെയാണ് അവരോട് സംസാരിച്ചത്. അവർക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷും അറിയാം. ഞാനും ഇംഗ്ലീഷും എനിക്ക് കാര്യമായിട്ട് അറിയില്ല, ഹിന്ദി അറിയാം. ഞാൻ ഹിന്ദിയിലൊക്കെയാണ് അവരോട് സംസാരിച്ചത്. അപ്പോൾ അവർ ഹിന്ദിയിലൊക്കെ പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞ് സൂചി മാറ്റിയാൽ മതി. അപ്പോൾ സൂചിയുടെ നമ്പറൊന്നും പറഞ്ഞു തന്നില്ല. സൂചി മാറ്റിയിട്ട് ഞാൻ അടിച്ചപ്പോൾ എനിക്കത് സ്റ്റിച്ച് പിടിച്ചായിരുന്നു കേട്ടോ. നിങ്ങൾക്കറിയോ അങ്ങനെ വല്ല സൂചീനെ കുറിച്ച്? ആ സൂചിയിലൊരു നീല കളറ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് സൈഡൊന്ന് കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ രണ്ട് കയ്യിലും അതേപോലെ പാക്കിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ സൈഡ് കൂട്ടിയെടുത്തത് കേട്ടോ. അപ്പോൾ ഈ മെഷീനിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ എല്ലാ മെറ്റീരിയലും സ്റ്റിച്ച് പിടിക്കും. അപ്പോൾ ആ സൈഡൊക്കെ കൂട്ടി മറിച്ചെടുത്തപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഇപ്പോൾ ഒരു ക്രോപ്പ് ടോപ്പ് പോലെ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഇറക്കം വേണമല്ലോ, ജീൻസിൻ്റെ കൂടെ ഇടാനാണെങ്കിലും. നമ്മുടെ ഈ സ്കേർട്ട് പാർട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലീറ്റ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ബോക്സ് പ്ലേറ്റ് ഇട്ടിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. തുണി ഉള്ളതുപോലെ കുറച്ചുകൂടെ തുണി ഉണ്ടെങ്കിൽ ബോക്സ് പ്ലേറ്റൊക്കെ അടിച്ചിട്ടാൽ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ബോക്സ് പ്ലേറ്റിനുള്ള തികഞ്ഞില്ല കേട്ടോ. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, എല്ലാം ചെയ്ത് നോക്കും. ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പ് ആവണത് നിങ്ങളെ കാണിക്കുകയും ചെയ്യും. അങ്ങനത്തെ അല്ലാതെ ഒളിച്ചു വെക്കണ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, 2 പീസും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് പ്ലേറ്റ്സൊക്കെ ഇട്ടെടുക്കാം. അപ്പോൾ കുറേ മോഡൽ പ്ലേറ്റ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് എന്നിട്ട് എനിക്കത് തൃപ്തി വന്നില്ല. ലാസ്റ്റ് ഞാൻ അഴിച്ചിട്ട് പ്ലെയിനായിട്ട് വെക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്ലേറ്റ്സൊക്കെ ഇട്ടിട്ട് ചെറിയ പ്ലേറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ അല്ലെങ്കിൽ എലാസ്റ്റിക് ഉണ്ടല്ലോ, ബോബിൻ എലാസ്റ്റിക് വെച്ചിട്ട് മൊത്തത്തിൽ എലാസ്റ്റിക് ഇട്ടിട്ട് ആ എലാസ്റ്റിക് ഉള്ള പീസ് അവിടെ പിടിപ്പിച്ചാലും മതി. എങ്ങനെയാണെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ കുർത്തി ടോപ്പൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിറച്ചും ഇങ്ങനെ കുഞ്ഞു എലാസ്റ്റിക് വെച്ചിട്ടുള്ള ആ മോഡലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഷേപ്പ് ചെയ്യരുതെന്ന് മാത്രം മുകളിലത്തെ തുണി. അപ്പോൾ അതായത് ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ബോഡി പാർട്ട് വെച്ചിട്ട് അളന്നൊക്കെ നോക്കുക, കറക്റ്റ് ആവണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കതിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ മെറ്റീരിയൽ ആണെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിടിച്ച് വലിക്കാതെ ഒരു എന്താ പറയുക, ഒരു ബഹുമാനമൊക്കെ കൊടുത്തിട്ട് തയ്ക്കുക, അത്രേ ഉള്ളൂ. കണ്ടതാ ഇവിടെ ഇങ്ങനെ കറക്റ്റാണോ എന്നൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ട് കേട്ടോ. അപ്പോഴത്തെ ഫോണിൽ ചാർജ് പോയി, അതാണ് ചാർജറിൻ്റെ വള്ളി കാണാൻ ആ കിടന്ന് ഇങ്ങനെ ഞാനവിടെ ചാർജർ കുത്തി വെച്ചേ. അപ്പോൾ നമുക്ക് ബോക്സ് പ്ലേറ്റ് ഇടാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ പ്ലേറ്റ് ഇട്ടിട്ട് അത് ഫ്ലോപ്പായി പോയിട്ട് എത്തണില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ നമുക്ക് ബോക്സ് പ്ലേറ്റ് ഇട്ട് നോക്കാം. അതിനായിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബോക്സ് പ്ലേറ്റ് ഇടണയൊക്കെ കാണിച്ചു തന്നില്ല. അതേപോലെ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങടും അവിടെ നിന്ന് ഇങ്ങടും പിന്നെ ഇവിടെ നിന്ന് അങ്ങട് അവിടെ നിന്ന് ഇങ്ങട് അങ്ങനെ പ്ലേറ്റ്സ് ഇങ്ങനെ പിടിച്ച് ഇടണേണ് കേട്ടോ ബോക്സ് പ്ലേറ്റ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബോക്സ് പ്ലേറ്റ് ആയിരുന്നു കുറച്ചുകൂടെ ഭംഗിയുണ്ടായേനെ. പക്ഷെ അതും തോന്നി തികഞ്ഞില്ല കേട്ടോ. അതും ഞാൻ ഇതൊക്കെ നോക്കി, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഈ മെറ്റീരിയൽ നന്നായിട്ട് ചേരണ്ടായിരുന്നു ആ ബോക്സ് പ്ലേറ്റ്. അപ്പോൾ ഞാൻ അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ നോക്കിയിട്ട് അവിടെയും ഞാൻ തോറ്റുപോയി. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ തുണിയുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട്. അതുകൊണ്ടാണ് ഞാനിതൊന്നും ഡിലീറ്റ് ചെയ്യാതിരുന്നത്. കാണിക്കാതിരുന്നാലും മതിയായിരുന്നു. പക്ഷേ ഞാനത് വെച്ച് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാം. പക്ഷേ അതും ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ നോർമൽ പ്ലേറ്റ് തന്നെ ഇട്ടിട്ട് പ്ലേറ്റൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് പ്ലേറ്റ്സ് ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ തികയുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വെച്ച് കഴിഞ്ഞപ്പോഴും എനിക്കതേ ഒരു കുട്ടി ഉടുപ്പ് പോലെ എനിക്ക് തോന്നി. കുറച്ചുകൂടെ അടുപ്പിച്ചടുപ്പിച്ച് പ്ലേസിട്ടുണ്ടെങ്കിലാണ് എനിക്കത് ഒരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത് ആദ്യം അടിച്ച് ഇതൊക്കെ ഭംഗിയൊക്കെ നോക്കിയതിന് ശേഷം ഇത് അഴിച്ചിട്ട് താഴ്ഭാഗത്ത് പ്ലെയിനായിട്ട് തന്നെ പീസ് വെച്ച് കൊടുത്തിട്ട് പ്ലേറ്റ്സ് ഒന്നും ഇടാണ്ട് വെച്ച് കൊടുത്തു. അങ്ങനെ തയ്ക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല.
തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് റൗണ്ടിൽ കൊണ്ട് കറക്റ്റായിട്ട് വെച്ച് സൈഡിലെ സ്റ്റിച്ച് നോക്കുക കേട്ടോ. സ്റ്റിച്ചിൻ്റെ ഒപ്പം തന്നെ മറ്റേ സ്റ്റിച്ച് വരണം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കണ്ട് അടിച്ചൊക്കെ എടുക്കാം കണ്ടോ. കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സൈഡിലെ സ്റ്റിച്ച് ശ്രദ്ധിക്കണേ. പിന്നെ പ്ലേറ്റ്സ് ചുളുങ്ങിയൊന്നും പോവാതെ അത് നോക്കണം. ഓക്കെ. അപ്പോൾ ഇതും അടിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നിവൃത്തിയൊക്കെ നോക്കിയപ്പോൾ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നി അത് വേണ്ട. ആ പ്ലേറ്റ്സ് നിറച്ചുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു. ഇത് നിറച്ചും കിട്ടിയില്ല. പിന്നെ ഞാനത് അഴിച്ചിട്ട് പ്ലെയിനായിട്ട് തയ്ച്ചു. അതായത് പ്ലേറ്റ്സ് ഒന്നും ഇല്ലാണ്ട് തയ്ച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ തയ്ച്ചത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായോ? നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? വെള്ള കളർ തയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ, ഈ വെള്ള മെഷീനായതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും ഓർക്കും ഇനി വെള്ളം എടുക്കരുത്. പക്ഷേ എനിക്ക് നല്ല തുണികളൊക്കെ കിട്ടണ വെള്ളയാണ്. ഇപ്പോൾ ഇതേ ഒരു ഗൗൺ അടിക്കാനൊക്കെ ഉണ്ട്, അതും വെള്ള തുണിയിലാണ്. എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. തയ്ച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമോ, നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇതാണ് പ്ലെയിനായിട്ട് തയ്ച്ച് റെഡിയാക്കി എടുത്തത്. നല്ലതല്ലേ? എനിക്കിഷ്ടമായിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇനി അവളെ ഒന്ന് ഇടിയിപ്പിച്ചും കൂടെ നോക്കണം. ഇവിടെ ഒരു സ്റ്റിച്ച് വരുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. മെറ്റീരിയൽ നല്ലതാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമായത്? ഇങ്ങനെ പ്ലെയിനായിട്ട് വെച്ചതാണോ പ്ലീറ്റഡ് ആയിട്ട് വെച്ചതാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും അടിപൊളി വിശേഷവും വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.